ബഹുമാനപ്പെട്ട സൈത്ത് ഉമർ വക്കീലിനെ ആദരവ് ഞാൻ ക്ഷണിക്കുകയാണ്. ഭരണഘടന എന്നത് ഞാൻ വിനോദ് വക്കീലിനോട് ആദ്യം എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു മതഗ്രന്ഥം പോലെയോ ദൈവം അനുശാസിച്ച് ഭൂമിയിലേക്ക് ഏതെങ്കിലും പ്രവാചകനാൽ ഇറക്കി വിട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥം പോലെയോ അല്ല. തിരഞ്ഞെടുക്കപ്പെടാത്ത, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത പണ്ഡിതന്മാർ, രാജ ഭരണ പ്രദേശങ്ങളുടെ അടക്കം പ്രതിനിധികൾ, ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അവർക്ക് ഒത്തുചേർന്ന് ഒരു മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ പ്രിയാമ്പിളിൽ പറയുന്ന ബേസിക് സ്ട്രക്ചറിനെ അംഗീകരിച്ചുകൊണ്ട് അന്നത്തെ കാലത്തിന് അനുഗുണമായ ചില നിയമങ്ങളെ സൃഷ്ടിച്ചെടുത്തു. മതം പറഞ്ഞ ഗ്രന്ഥങ്ങളെ പോലും, പ്രവാചകന്മാർ കൊണ്ടുവന്ന കൽപ്പനകളെ പോലും, 10 കൽപ്പനകളെ പോലും അനുസരിക്കാത്ത ഒരു ലോക സമൂഹത്തിൽ ഏറെക്കാലം വൈദേശിക നുഖത്തിന് കീഴിൽ അമർന്നിരുന്ന ഒരു ജനതയ്ക്ക് ഏതാനും പണ്ഡിതന്മാർ കൊണ്ടുവന്ന ഒരു ഭരണഘടനയെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ഇന്ന് നമ്മളടക്കം ഒരു വാർഡ് മെമ്പർ പോലും ഭരണഘടന പഠിക്കാത്ത തലമുറയാണ് നമ്മുടേത്. നിയമ വിദ്യാർത്ഥികൾ പോലും ഭരണഘടന പരീക്ഷാ ആവശ്യത്തിന് മാത്രം പഠിക്കുന്നില്ല, അത് പഠിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടന ഒരു ദിവ്യ ഗ്രന്ഥമൊന്നുമല്ല. അത് തീർച്ചയായും കാലാനുസാരമായ മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടതാണ്. പക്ഷേ പ്രിയാമ്പിൾ മാറ്റിക്കൂടാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ പ്രിയാമ്പിൾ ഒരു പ്രഖ്യാപനമാണ്. നമ്മളൊരു വിൽപത്രത്തിൽ ഒരു തീയതി വെച്ച് ഒരു ബില്ല് എഴുതുന്ന ആള് അയാളുടെ മനസ്സ് പറയുന്നത് പോലെ, ഒരു രേഖയുടെ ആദ്യ പാരഗ്രാഫിൽ ഒരു തീയതി വെച്ച് ആ രേഖയുടെ ഉദ്ദേശം പറയുന്നത് പോലെ പ്രിയാമ്പിൾ എന്നത് അന്നത്തെ ഭരണഘടനാ നിർമ്മാതാക്കൾ ആ തീയതി വെച്ച് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ് പ്രിയാമ്പിൾ. ആ പ്രിയാമ്പിളിനെ ഞങ്ങളാരും മാറ്റിയിട്ടില്ല. പ്രിയാമ്പിളിനെ മാറ്റിയത് ലോകത്ത് ഏറ്റവും ഭീകരമായ ഒരു മനുഷ്യാവകാശ ലംഘനമായ അടിയന്തരാവസ്ഥ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ ആ അടിയന്തരാവസ്ഥയുടെ മറവിൽ പാർലമെന്റിനെയൊക്കെ ദുർബലമാക്കി, ഇല്ലാതാക്കി, കോടതിയെ തന്നെ ബന്ദികളാക്കി, വേണ്ടത്ര ചർച്ച ചെയ്യാതെ യഥാർത്ഥത്തിൽ 42ാം ഭേദഗതിയിലൂടെ, ആ 42ാം ഭേദഗതി ഞാൻ അതിന്റെ പ്രിന്റൗട്ടോട് കൊണ്ടുവന്നില്ല, അത് അത്രയധികം പേജുകളാണ്. ഒരു മിനി ഭരണഘടന എന്ന് പറയാവുന്ന രീതിയിൽ അത്രയധികം വിശദമായ ഒരു മാറ്റം. അതിൽ ഈ 2 വാക്കുകൾ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഈ 2 വാക്കുകൾ യഥാർത്ഥത്തിൽ എന്തിന് ഇന്ദിരാഗാന്ധി ചേർത്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അന്ന് ഏത് വൈദേശിക ശക്തിയുടെ സഹായത്തോടെയാണോ ഭാരതത്തെ ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രീമതി ഗാന്ധി ശ്രമിച്ചത്, ആ USSRന്റെ സോഷ്യലിസവും, ഏത് വിദേശ ശക്തികളാണോ ഭാരതത്തെ വിഘടിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ആ വിദേശ ശക്തികളുടെ ആശയമായ സെക്യുലറിസം എന്നത് യഥാർത്ഥത്തിൽ അത്ര മഹത്തായ ഒരു ആശയമൊന്നുമല്ല. ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളും മറ്റ് സംഘടനാ പ്രതിനിധികളൊക്കെ ഭരണഘടനയെ മുൻനിർത്തി സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുമ്പോൾ അവര് സെക്യുലർ ആണെന്നൊക്കെ പറയും. എനിക്ക് അത്ഭുതം തോന്നുന്നു. അവരുടെ ഭരണഘടനയിൽ പോലും ഇല്ലാത്തതാണ് സെക്യുലറിസം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് അംഗം ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അവരുടെ ഭരണഘടനയുടെ അവരുടെ ആദ്യത്തെ തന്നെ പറയുന്നത് എന്താ? അവരൊരു ഡിക്റ്റേറ്റർഷിപ്പിനെ ആഗ്രഹിക്കുന്ന, തൊഴിലാളി വർഗ സർവാധിപത്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. അത്തരത്തിൽ ഭരണഘടന എന്നത് ഒരിക്കലും വായിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ നേതൃത്വവും ഒരിക്കലും അതിലെ മൂല്യങ്ങൾ അംഗീകരിക്കാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈയടക്കുമ്പോഴാണ് 42ാം അനുച്ഛേദം പോലുള്ള ഭീകരമായ അടിയന്തരാവസ്ഥയെ ഊട്ടിയുറപ്പിക്കുന്ന, സോവിയറ്റ് റഷ്യയെ പോലെ അടിമത്തത്തിൽ ഭാരതത്തെ എത്രയോ വർഷം കൊണ്ടുനടക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒരാശയം ഇവിടെ ആവിഷ്കൃതമായത്. ഭാഗ്യവശാൽ നമ്മൾ പോരാടി അടിയന്തരാവസ്ഥയെ തൂത്തെറിഞ്ഞു. പിന്നീട് വന്ന ജനതാ സർക്കാർ 43ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒട്ടൊക്കെ ആ ആപത്തുകളെ മോചിപ്പിച്ചു. അതുകൊണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യപ്പെടേണ്ടതല്ല, അമെൻഡ് ചെയ്യരുത് എന്ന വാദമാണ് എന്റേത്. 42ാം അമെൻമെന്റ് ദുർബലപ്പെടുത്തിക്കൊണ്ട് ആ അമെൻമെന്റിനോട് ചേർത്ത് ആ 2 വാക്കുകൾ നീക്കം ചെയ്തുകൊണ്ട് ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആശയത്തെ തന്നെ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടതാണ്. 1. 2, ഭരണഘടന ഇന്ന് ഭീഷണി നേരിടുന്നുണ്ടോ?
തീർച്ചയായും ഭീഷണി നേരിടുന്നുണ്ട്. അത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരോ മാർക്സിസ്റ്റുകാരോ മുസ്ലിം ലീഗുകാരോ ഒന്നും വിചാരിക്കുന്ന രീതിയിൽ ഭീഷണിയല്ല. ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വന്നത് നമ്മൾ നെഹ്റുവിന്റെ ശക്തമായ ഭരണകൂടത്തെ കണ്ടു. ആ ഭരണകൂടം ആദ്യമായി ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 കൊണ്ടുവന്നത് നമ്മൾ വിചാരിക്കും എന്തോ അത്ഭുതത്തിലാണ്. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുഖപത്രമായ ഓർഗനൈസർ പാകിസ്ഥാനെതിരായിട്ട് അന്ന് കൊടുത്തിരുന്ന വാർത്തകൾ നിരോധിക്കാനായി പഞ്ചാബിൽ ഓർഗനൈസറിന്റെ പ്രസിദ്ധീകരണത്തിന് മുൻപ് ആ ഓർഗനൈസറിന്റെ എല്ലാ ലേഖനങ്ങളെയും കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ അന്നത്തെ പഞ്ചാബ് സർക്കാരിന്റെയും അനുവാദത്തിനായി സമർപ്പിക്കണമെന്നും പാകിസ്ഥാനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നുമുള്ള സെൻസർഷിപ്പ് കൊണ്ടുവന്നപ്പോൾ എതിരായിട്ട് ഓർഗനൈസറിന്റെ എഡിറ്റർ കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് എടുത്തു കളയുകയും ചെയ്തു. അങ്ങനെ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ പോരാട്ടം നടത്തിയത് രാഷ്ട്രീയ സ്വയംസേവക സംഘമായിരുന്നു എന്ന് നമ്മൾ അറിയണം. ആ കോടതി വിധിയെ മറികടക്കാനാണ് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നെഹ്റു കൊണ്ടുവരുന്നത്. പക്ഷെ ആ ഭരണഘടനാ ഭേദഗതി നോക്കിയാൽ അത് മാത്രമല്ല, ജനങ്ങളെ ഇഷ്ടപ്പെടുത്താനുള്ള ചില നുറുങ്ങ് പദ്ധതികൾ അതിലുണ്ട്. പക്ഷെ അതിന്റെ പ്രധാന ലക്ഷ്യം അത് തന്നെ പറയുന്നു, കോടതി വിധിയിലൂടെ പത്രസ്വാതന്ത്ര്യത്തെ അനാവശ്യമായ പത്രസ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് നിരോധിക്കാനാണ് ഒന്നാമത്തെ ഭേദഗതി കൊണ്ടുവന്നതെന്ന് ഭരണഘടനാ ഭേദഗതി ഒന്നാം ഭേദഗതി പറയുന്നു. തീർച്ചയായിട്ടും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. കാരണം ഈ ഭരണഘടന ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്കുള്ള പങ്ക് ആരും വിസ്മരിക്കരുത്. അംബേദ്കറിനൊപ്പം കൽക്കട്ട സർവകലാശാലയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാൻസലറായിരുന്ന ഡോക്ടർ ശ്യാംപ്രസാദ് മുഖർജി, അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണത്തിൽ ശക്തവും വ്യക്തവുമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടന. ആ ഭരണഘടനയുടെ മൂല്യങ്ങളെ ഞങ്ങൾ തീർച്ചയായും നെഞ്ചേറ്റുന്നുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം ഈ ഭരണഘടനയെ മാറ്റരുതെന്നോ അതിലൊരു പ്രൊവിഷനെയും മാറ്റരുതെന്നോ അല്ല. പ്രിയാമ്പിൾ ഒഴികെ ബാക്കി ഏത് ആർട്ടിക്കിളിനെയും കാലാനുസരണമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ ഈ ജനാധിപത്യത്തിനും വളരുന്ന സമൂഹത്തിന്റെ ചിന്തകൾക്കും ഇനി വരാൻ പോകുന്ന തലമുറകളുടെ ചിന്തകൾക്ക് എന്താ പ്രസക്തി? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏതാനും പേരുടെ ചിന്തകൾക്ക് മാത്രമാണ് പ്രസക്തിയെങ്കിൽ സമൂഹം കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ അഴുക്കുന്നുള്ളതാവും. അതുകൊണ്ട് തീർച്ചയായും ഭരണഘടനയിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് തന്നെയാണ്. എന്താണ് ഭരണഘടന ഇനി നേരിടാൻ പോകുന്ന ഭീഷണി എന്ന് ചോദിച്ചാൽ, തീർച്ചയായും ഒന്നാമത്തെ നെഹ്റു സർക്കാരിൽ സംഭവിച്ചതുപോലെ ഭരണകൂടം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ദുർബലമായൊരു പ്രതിപക്ഷം, ഭരണകൂടം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ദുർബലമായ പ്രതിപക്ഷം. നമുക്കറിയാം, നെഹ്റുവിനെതിരായിട്ട് ഏറ്റവും വലിയ പ്രതിപക്ഷ ശക്തിയായി മാറേണ്ടിയിരുന്നത് ഹിന്ദുത്വ ശക്തികളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷ വീക്ഷണമുള്ള ആളായതുകൊണ്ട് തന്നെ, ഫാബിയൻ സൊസൈറ്റിയുടെ അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ എതിർക്കുന്ന ആശയം ഹിന്ദുത്വ ആശയങ്ങളായിരുന്നു. പക്ഷെ ആ ഹിന്ദുത്വ ശക്തികളെ മുഴുവൻ ഗാന്ധി വധത്തിന്റെ സംശയത്തിൽ നിർത്തി ജയിലിലടക്കുകയും അടിച്ചമർത്തുകയും പകരമായി തീരെ ദുർബലമായ കോൺഗ്രസിന്റെ ബി പാർട്ടിയായ ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന് അംഗമായിട്ടുള്ള ഇടതുപക്ഷത്തെ പൊക്കിക്കൊണ്ടുവരികയും AK ഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കുകയും അർഹതയില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവാക്കുകയും ആ AK ഗോപാലൻ നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് അനുസരിച്ചിട്ട് റാൻ മുളുകയും ചെയ്ത ഒരു കാലത്ത് അതേ കാര്യമാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം മിക്കപ്പോഴും ചർച്ചകൾ വരുമ്പോൾ അത് പങ്കെടുക്കാതെ ഇരുന്ന് ഉറങ്ങുകയും അതിനുശേഷം ഞെട്ടി എഴുന്നേറ്റ് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരു രീതി, ദുർബലമായ പ്രതിപക്ഷമാണ് ഭരണഘടന ഇന്ന് നേരിടുന്ന പ്രശ്നം. അതിനെ ശക്തമാക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ സംഘടനയ്ക്ക് തന്നെയാണ്. ശക്തമായ നേതൃത്വത്തെ കൊണ്ടുവരിക, അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ മാത്രം കടമയാണ്. അല്ലാണ്ട് ഭരണപക്ഷത്തെ കടമയല്ല പ്രതിപക്ഷത്തെ ശക്തമാക്കേണ്ടത്. തീർച്ചയായും അടിയന്തരാവസ്ഥയെ തോൽപ്പിച്ചൊരു സംഘടനയ്ക്ക്, അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ഒരു സംഘടനയ്ക്ക് അടിയന്തരാവസ്ഥ പോലുള്ള ഒരു ഭരണഘടനാ വിരുദ്ധ നടപടി എടുക്കുവാൻ സാധിക്കുകയില്ല. ഈ ആർട്ടിക്കിൾ 370 അബോളിഷൻ അടക്കം ആ ആർട്ടിക്കിൾ തന്നെ പറയുന്നത് ടെമ്പററി ആൻഡ് ട്രാൻസിഷണൽ പവേഴ്സ് എന്നാണ്. താൽക്കാലികമായ ഒരു വ്യവസ്ഥയാണ്. താൽക്കാലികമായ പല വ്യവസ്ഥകളുമാണ് കോൺഗ്രസ് സർക്കാരുകൾ അവഗണിച്ച് നിലനിർത്തിയത്. പക്ഷേ മോഡി സർക്കാർ ധൈര്യം കാണിച്ചു.
ആ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ കാശ്മീരിനെ ഇന്ന് സുരക്ഷിതമാക്കിക്കൊണ്ട് നമ്മളിത് എടുത്തു കളഞ്ഞു. അപ്പോൾ തീർച്ചയായും ഭരണഘടനയിലെ തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നാൽ കാലികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ കോടതിയെയും ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ അതിൻ്റെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തീർച്ചയായും മുന്നോട്ട് പോകും ഈ സർക്കാർ, ഈ ഇന്നത്തെ ഭരണകൂടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത സെഷനിൽ പറയാം. എൻ്റെ സമയം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു.